ജില്ലയെ ഞെട്ടിച്ച് ATM കവർച്ച. 3 ATMകളിൽ നിന്നായി കവർന്നത് 65 ലക്ഷം രൂപ. ATM പൊളിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്. ATM കൊള്ളസംഘം മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പ്രതി വെടിയേറ്റ് മരിച്ചു. 2 പോലീസുകാർക്ക് കുത്തേറ്റു. തൃശൂർ പൂരം കലയ്ക്കൽ വീണ്ടും അന്വേഷിക്കണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിൽ തീരുമാനം തിങ്കളാഴ്ച ഉണ്ടായേക്കും. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന നിലപാടിൽ CPIക്ക് മാറ്റമില്ലെന്ന് മന്ത്രി K രാജൻ. ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി പുകമറ സൃഷ്ടിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവ് V മുരളീധരൻ. ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും മുരളീധരൻ. തൃശൂർ കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായ ആകാശപാത തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നാടിന് സമർപ്പിച്ചു. ചരിത്രം സൃഷ്ടിക്കുന്ന സ്വപ്ന സാക്ഷാത്കാരമെന്ന് മന്ത്രി. തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി. 42 ക്ലബ്ബുകളിൽ നിന്നായി 900ഓളം അത്ലറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. വാർത്തകൾ വിശദമായി. ജില്ലയെ ഞെട്ടിച്ച് ATM കവർച്ച. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ATMകളിൽ നിന്നായി കവർന്നത് 65 ലക്ഷം രൂപ. ATM പൊളിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്. തൃശൂർ നഗരത്തിലെ നായ്ക്കനാൽ ഷൊർണൂർ റോഡിൽ സരോജ ആശുപത്രിക്ക് എതിർവശമുള്ള ATM, മാപ്രാണം, കോലഴി എന്നിവിടങ്ങളിലെ ATMകളുമാണ് കൊള്ളയടിച്ചത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM പൊളിച്ചാണ് ക്യാഷ് ട്രേയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നത്. പുലർച്ചെ 3-നും 4-നും ഇടയിലാണ് സംഭവം. ഇരിഞ്ഞാലക്കുട മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലുള്ള SBIയുടെ ATMലാണ് ആദ്യം കവർച്ച നടന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:10ഓടെയായിരുന്നു കവർച്ച. കാറിലെത്തിയ മോഷണ സംഘം മുഖം മറച്ചിരുന്നു. ATM ശാഖയിലെ CCTV ക്യാമറയിൽ മോഷ്ടാക്കൾ സ്പ്രേ പെയിന്റ് അടിച്ചിരുന്നു. 30 ലക്ഷം രൂപയാണ് ഇവിടെ നിന്ന് കവർന്നത്. 3:05ഓടെയാണ് തൃശൂർ ഷൊർണൂർ റോഡിലെ ATM കൗണ്ടറിൽ സമാനമായ രീതിയിൽ കവർച്ച നടന്നത്. ഇവിടെ നിന്ന് 9 ലക്ഷം രൂപ കവർന്നു. 3:40ഓടെയാണ് കോലഴി പൂവണി ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള SBIയുടെ ATM ശാഖയിൽ നിന്ന് 25 ലക്ഷം രൂപ കവർന്നത്. കവർച്ചയ്ക്ക് ശേഷം കൊള്ളസംഘം ദേശീയപാത മണ്ണുത്തി വഴി കേരള അതിർത്തി വരെ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ റേഞ്ച് DIG തോമസ് ജേക്കബ്, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, റൂറൽ SP നവനീത് ശർമ്മ എന്നിവർ കവർച്ച നടന്ന ATMകൾ സന്ദർശിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. തൃശൂരിലെ ATM കവർച്ചാ സംഘം മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പ്രതി വെടിയേറ്റ് മരിച്ചു. സിനിമാ സ്റ്റൈലിൽ അതീവ സാഹസികമായാണ് തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും 6 അംഗ കൊള്ളസംഘത്തിലെ 5 പേർ പോലീസ് പിടിയിലായത്. ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. കവർച്ചയ്ക്ക് ശേഷം രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറിയിൽ പോകുന്നതിനെയാണ് കൊള്ളസംഘം പിടിയിലാകുന്നത്. കോയമ്പത്തൂർ വഴി പോകുകയായിരുന്ന കൊള്ളസംഘം സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി സന്യാസിപ്പാളയത്ത് വെച്ച് കാറുകളിലും ബൈക്കുകളിലും ഇടിച്ചു. നിർത്താതെ പോയ ലോറി പള്ളിപ്പാളയത്ത് വെച്ച് നാട്ടുകാർ പിന്തുടർന്ന് തടഞ്ഞു. ഇതോടെ ലോറിയിലുണ്ടായിരുന്ന കൊള്ളസംഘം നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. വിവരമറിഞ്ഞെത്തിയ പോലീസും കൊള്ളസംഘവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് കൊള്ളസംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് കുത്തേറ്റു. പരിക്കേറ്റ പോലീസുകാരായ തവമണി, രഞ്ജിത് കുമാർ എന്നിവരെ നാമക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടെയ്നർ ലോറിയിൽ നിന്ന് കവർച്ചാ സംഘം സഞ്ചരിച്ചിരുന്ന കാറും ATM നിന്ന് മോഷ്ടിച്ച പണവും പോലീസ് കണ്ടെത്തി. പ്രതികളിൽ നിന്ന് തോക്കും ആയുധങ്ങളും പോലീസ് സംഘം പിടിച്ചെടുത്തു. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഇവർ പിടിയിലായത്. കൊള്ളസംഘം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ വിവരമാണ് പ്രതികൾ വലയിലാകാൻ കാരണം. തൃശൂരിൽ നിന്നും തമിഴ്നാട് അതിർത്തി വരെ കാറിൽ പോയ കൊള്ളസംഘം പോലീസ് പിടികൂടാതിരിക്കാൻ പിന്നീട് കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. കേരളത്തെ നോട്ടമിട്ട് ഉത്തരേന്ത്യൻ കവർച്ചാ സംഘം സിനിമാ സ്റ്റൈലിൽ നടത്തിയ കവർച്ചയുടെ വഴിയിലൂടെ TCV വാർത്താ സംഘം. സിനിമാ സ്റ്റൈലിലുള്ള ഒരു കവർച്ചയ്ക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സംഘം എത്തിയത് വെളുത്ത ക്രെറ്റ കാറിൽ പുലർച്ചെ 2 മണിക്ക് ശേഷം. മുഖം മറച്ച സംഘം CCTV ക്യാമറയിലേക്ക് കറുത്ത സ്പ്രേ പെയിന്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് 30 ലക്ഷം രൂപയാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATMൽ നിന്ന് സംഘം കവർന്നത്. കഴിഞ്ഞ ദിവസം ഈ ATMൽ പണം നിറച്ചിരുന്നു. ഇതിനെക്കുറിച്ച് സംഘത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കവർച്ച ഉണ്ടായപ്പോൾ തന്നെ ബാങ്ക് അധികൃതർക്ക് സന്ദേശം ലഭിച്ചു. മൊബൈലിൽ സന്ദേശം ലഭിച്ച ബാങ്ക് അധികൃതർ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെട്ടു. പോലീസ് സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ഇതേസമയം സംഘം അതിവേഗം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു അടുത്ത ലക്ഷ്യത്തിലേക്ക്. പ്രൊഫഷണൽ കവർച്ചാ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അതിവേഗം പണം കവരുന്നു.
പണം കവർന്നയുടനെ ഇവർ അടുത്ത കവർച്ചാ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നു. ബാങ്കിൽ കവർച്ച നടന്ന ഉടൻ തന്നെ ബാങ്ക് അധികൃതർക്ക് സന്ദേശമെത്തി. ഈ സന്ദേശം പോലീസിന് കൈമാറി. പോലീസ് അതിവേഗം ജില്ലയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറുന്നു. കവർച്ച നടത്തിയ വാഹനത്തിനും പ്രതികൾക്കുമായി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. മാപ്രാണത്ത് നിന്നും കവർച്ചാ സംഘമെത്തിയത് തൃശൂർ ഷൊർണൂർ റോഡിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു ATM കൗണ്ടറിൽ. ഇതിന് തൊട്ടു മുന്നിലാണ് സരോജിനി മെമ്മോറിയൽ ആശുപത്രി. സംഘം എത്തി വൈകാതെ തന്നെ ഇവിടെയും കവർച്ച നടത്തി. ഏകദേശം 10 ലക്ഷം രൂപ ഇവിടെയും CCTV ക്യാമറ മറയ്ക്കുകയുണ്ടായി. അതിവേഗമാണ് കവർച്ച നടത്തിയത്. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ കവർച്ച നടത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണിയോടുകൂടിയാണ് ഇവിടെ കവർച്ച നടത്തുന്നത്. 2 മണിക്ക് ശേഷമായിരുന്നു മാപ്രാണത്ത് കവർച്ച. ഷൊർണൂർ റോഡിന് ഒരു പ്രത്യേകതയുണ്ട്. തൃശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് വിളിപ്പാടകലെ മാത്രമാണ് ഇവിടേക്ക് ദൂരമുള്ളത്. അധികം പേർ ഉപയോഗിക്കുന്ന ഒരു ATM അല്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ മാപ്രാണത്ത് കഴിഞ്ഞ ദിവസം പണം നിറച്ചിരുന്നു. ഇവിടെയും ധാരാളം പണം ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം കവർച്ചാ സംഘം എത്തിയത്. നേരെ മറിച്ച് മാപ്രാണത്ത് നിന്നും കവർച്ച നടത്തി മടങ്ങുകയല്ല, ലക്ഷ്യമിട്ട എല്ലാ ATM കൗണ്ടറുകളിലേക്കും എത്തുക എന്ന് തന്നെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. ഇവിടെ നിന്ന് സംഘം പോയത് കോലഴിയിലെ ATM കൗണ്ടറിലേക്ക്. തൃശ്ശൂരിലെ കവർച്ച കഴിഞ്ഞ് സംഘം എത്തിയത് തൃശ്ശൂർ ഷൊർണൂർ റോഡിലുള്ള കോലഴി ബ്രാഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ കോലഴി ബ്രാഞ്ചിലെ ATM കൗണ്ടറിൽ. ഇവിടെ നിന്ന് 25 ലക്ഷം രൂപയാണ് കവർന്നത്. സമാനമായ രീതിയിൽ തന്നെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM കൗണ്ടർ തുറക്കുന്നു. പണം അതിവേഗം കവരുന്നു. ഇവിടെയും മുഖം മറച്ച് തന്നെയാണ് ഇവർ ഇതിലേക്ക് പ്രവേശിച്ചത്. ഉടൻ തന്നെ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. 3 വ്യത്യസ്ത സ്റ്റേഷൻ പരിധിയിലാണ് കവർച്ച നടത്തിയത് എന്നുള്ളൊരു പ്രത്യേകതയാണ്. ആദ്യം മാപ്രാണത്താണെങ്കിൽ, മറ്റൊന്ന് തൃശ്ശൂർ നഗരത്തിൽ, മറ്റൊന്ന് തൃശ്ശൂർ ഷൊർണൂർ പാതയിലെ കോലഴിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ. വളരെയധികം രാത്രിയായാൽ പോലും ആൾത്തിരക്കുള്ള വാഹനത്തിരക്കുള്ള ഒരു മേഖലയാണ് ഈ 3 പാതകളും. പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരത്തിലെ പാതയിൽ പോലീസിന്റെ എപ്പോഴും പെട്രോളിംഗ് ഉണ്ടാവാറുകയും പതിവുണ്ട്. മറ്റൊന്ന്, ഈ കവർച്ചാ സംഘം മോഷണം നടത്താനായി തിരഞ്ഞെടുത്ത സമയമാണ്. 2 മണിക്ക് ശേഷമാണ് കവർച്ച ആരംഭിക്കുന്നത്. 2 മണിക്ക് ശേഷം ആദ്യം മാപ്രാണത്ത്, പിന്നീട് തൃശ്ശൂർ നഗരത്തിൽ, പിന്നീട് കോലഴി SBIയുടെ കോലഴി ബ്രാഞ്ചിൽ. 4:30 ആവുമ്പോഴേക്കും കവർച്ചാ സംഘം ഇവിടെ നിന്ന് മടങ്ങും. കോലഴിയിലും കവർച്ച നടത്തിയ സംഘം രാമവർമ്മപുരം പോലീസ് അക്കാദമിയുടെ മുന്നിലുള്ള വഴിയിലൂടെ മണ്ണുത്തി ഭാഗത്തേക്ക്. ഇവിടെയാണ് കണ്ടെയ്നർ ലോറി നിർത്തിയിട്ടിരിക്കുന്നത്. ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് വെളുത്ത ക്രെറ്റ കാർ കയറ്റണം. 6 അംഗ സംഘം അതിവേഗം ഈ കണ്ടെയ്നർ ലോറി ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഈ സമയമെല്ലാം പോലീസ് തൃശ്ശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മാപ്രാണത്ത് കവർച്ച നടന്ന ഉടൻ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. എന്നാൽ അവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ അതിവേഗം കവർച്ച നടത്തിക്കൊണ്ട് പോലീസ് അക്കാദമിയുടെ മുന്നിലുള്ള റോഡിലൂടെ സംഘം മണ്ണുത്തിയിലേക്ക് അതിവേഗം നീങ്ങി. കോലഴിയിൽ കവർച്ച നടത്തിയ സംഘം മണ്ണുത്തിയിലേക്ക് എത്തുന്നു. മണ്ണുത്തിയിൽ പാലക്കാട്ടേക്കുള്ള പ്രധാന പാതയിലെ സമാന്തര പാതയിൽ ഇതുപോലെ കണ്ടെയ്നർ ലോറികൾ നിർത്തിയിടാറുണ്ട്. SK ലോജിസ്റ്റിക്സ് എന്ന കണ്ടെയ്നർ ലോറിയാണ് ഇവിടെ ഇവർ നിർത്തിയിട്ടിരുന്നത്. ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് വെളുത്ത ക്രെറ്റ കാർ ഓടിച്ചു കയറ്റുന്നു. പണവുമായി സംഘം കടന്നു കളയുന്നു. ഇതേസമയം തന്നെ പോലീസ് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും പന്നിയങ്കര, പാലിയേക്കര ഉൾപ്പെടെയുള്ള ടോൾ പ്ലാസയിലും എല്ലാം പരിശോധിക്കുന്നുണ്ട്, ക്യാമറയിൽ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും വെളുത്ത ഒരു കാർ അതിലൂടെ കടന്നു പോകുന്നില്ല. കാരണം ഈ കാർ കയറ്റിയ കണ്ടെയ്നർ ലോറിയാണ് കടന്നു പോകുന്നത്. സിനിമ സ്റ്റൈലിലായിരുന്നു ഇവരുടെ യാത്ര. തുടർന്ന് കോയമ്പത്തൂർ വഴി നീങ്ങുകയാണ്. എന്നാൽ കോയമ്പത്തൂർ നഗരത്തിൽ അവർ കടക്കുന്നില്ല. ഉൽപാദകരിലൂടെ കടന്നു പോകുമ്പോൾ സന്യാസി പാളയത്ത് വെച്ച് ഏതാനും വാഹനങ്ങളിൽ തട്ടുന്നു, കാറിൽ തട്ടുന്നു, ബൈക്കുകളിൽ തട്ടുന്നു. എന്നാൽ ഇവിടെയൊന്നും ഇവരോട് സംസാരിക്കാൻ നിൽക്കാതെ, കാരണം ഇവർ മോഷ്ടിച്ച പണവുമായാണ് കടന്നു പോകുന്നത്, ഈ തട്ടിയ വാഹനങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഇവർ അതിവേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. പിന്നീട് പോകുമ്പോൾ വീണ്ടും വാഹനങ്ങളിൽ തട്ടുന്നു. ഇതിനകം തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതോടെ പോലീസ് ഇവരെ ചേസ് ചെയ്യാൻ ആരംഭിക്കുന്നു. പിന്നീട് നാമക്കലിന് സമീപം കുമാരപാളയത്ത് വെച്ചാണ് പോലീസ് ഇവരെ പിടികൂടുന്നത്. ഇവരെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ പോലീസിന് അറിയാമായിരുന്നു ഇവർ ചില്ലറക്കാരല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കാൻ കഴിയാവുന്ന രീതിയിൽ വലിയ സന്നാഹം തന്നെ ബൈക്കുകളിലും ജീപ്പുകളിലുമായി പിന്തുടരുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോൾ വലിയ ആയുധ ശേഖരം, തോക്കുൾപ്പെടെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. വെടിവെക്കാൻ ശ്രമിച്ചു പോലീസിന് നേരെ. പോലീസ് തിരിച്ചു വെടിവെച്ചു. ഇങ്ങനെയാണ് ഒരാൾ കൊല്ലപ്പെടുന്നത്. മറ്റുള്ളവരെ പോലീസ് കീഴ്പ്പെടുത്തുകയും ചെയ്തു. ഇനി പ്രത്യേകമായി പറയാനുള്ളത് ഉത്തരേന്ത്യൻ സംഘമാണ്.
പ്രൊഫഷണൽ സംഘമാണ്. രാജസ്ഥാന്റെയും ഹരിയാനയുടെയും അതിർത്തിയിലുള്ള നൂഹ് എന്ന പ്രദേശം ഈ ATM കവർച്ചയ്ക്ക് പേര് കേട്ടവരാണ്. ഇത്തരം സംഘത്തെ നിയന്ത്രിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ളവരാണ്. ആരെയും ഭയമില്ല. തോക്കും മാരകായുധങ്ങളും ഇവരുടെ കയ്യിലുണ്ടാകും. എതിർക്കുന്നവരെ അവർ ക്രൂരമായി തന്നെ ചിലപ്പോൾ വധിച്ചേക്കും. ഇങ്ങനെയുള്ള സംഘമാണ് നേരത്തെയും കർണാടകയിലെ കടപ്പയിലും തമിഴ്നാട്ടിലുമെല്ലാം ഇത്തരം രീതിയിൽ കവർച്ച നടത്തിയ സംഘം. ഇതിൽപ്പെട്ടവരും ഇങ്ങനെ കവർച്ച നടത്തിയവരുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്തരേന്ത്യൻ ലോബി കേരളം നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കവർച്ചയ്ക്കായാലും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാലും അവർ കേരളത്തിൽ നോട്ടമിട്ടിരിക്കുന്നു. തൃശ്ശൂരിൽ ഇങ്ങനെ 2 മണി മുതൽ 4 മണി വരെയുള്ള 2 മണിക്കൂർ സമയത്തിനുള്ളിൽ 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 ATM കൗണ്ടറുകൾ കവർ ചെയ്ത് 65 ലക്ഷം രൂപ പോലീസിന്റെ കണ്ണിൽ പെടാതെ കടത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്ലാനിംഗ് എന്തായിരുന്നു നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ദിവസം കൊണ്ട് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളതല്ല. പ്രത്യേകിച്ച് 3 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അതും അതിവേഗത്തിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്. നേരത്തെയും ഇവർ കവർച്ച നടത്തിയിട്ടുള്ള ശീലമുള്ളവരാണ്. ഇപ്പോഴും പോലീസിന്റെ അന്വേഷണ മികവ് കൊണ്ട് എന്ന് പോലീസിനെ തരം താഴ്ത്തി പറയുകയല്ല, പോലീസിന്റെ അന്വേഷണ മികവ് കൊണ്ടല്ല. ഇവർ ഏതാനും വാഹനങ്ങളിൽ തട്ടിയപ്പോൾ സ്വാഭാവികമായി ആളുകൾ ഇവരെ പിന്തുടരുകയായിരുന്നു. അപ്പോൾ പോലീസും പിന്തുടരുകയായിരുന്നു. പിന്നീടാണ് ഇവരെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും സിനിമാ സ്റ്റൈലിലുള്ള, കേരളം മുഴുവൻ നടുങ്ങിയ, ഞെട്ടിയ, ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രതികളെ പിടികൂടിയപ്പോൾ ആകാംക്ഷയ്ക്ക് വിരാമമായി. അങ്ങനെ ഒരു കവർച്ചയാണ് നടന്നിട്ടുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത് വീണ്ടും അന്വേഷിക്കണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിൽ തീരുമാനം തിങ്കളാഴ്ച ഉണ്ടായേക്കും. മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ പങ്കും പോലീസിനുണ്ടായ വീഴ്ചകളും DGP തലത്തിൽ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയ ശുപാർശയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന നിലപാടിൽ CPIക്ക് മാറ്റമില്ലെന്ന് മന്ത്രി K രാജൻ പറഞ്ഞു. പൂരത്തിന്റെ ഈ പന്തലിൽ ലൈറ്റ് ഓഫ് ചെയ്യലും അതുപോലെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ബന്ധപ്പെട്ടു. നിങ്ങൾ ചോദിക്കുന്ന സംശയം എനിക്ക് മനസ്സിലായി. അവിടെ സ്വാഭാവികമായിട്ടും ഔപചാരികമായി ജില്ലാ കളക്ടറുടെയും പോലീസ് അധികാരികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന യോഗം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നത് കൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ പങ്കെടുക്കേണ്ടതില്ല. പങ്കെടുക്കാൻ അങ്ങനെ ഔപചാരികമായിട്ടുള്ളൊരു യോഗത്തിൽ സ്വാഭാവികമായിട്ടും പെരുമാറ്റച്ചട്ടം നടക്കുന്നതുകൊണ്ട് മന്ത്രി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഔപചാരികമായി നടക്കുന്ന ആലോചനയിൽ ഞാൻ ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞാൻ ആ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലുകൾ തന്നെ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി പുകമറ സൃഷ്ടിക്കുകയാണെന്ന് മുതിർന്ന BJP നേതാവ് V മുരളീധരൻ സർക്കാർ പലതും ഒളിച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവർ MLAയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. മുഖ്യമന്ത്രി തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ പാർട്ടിക്കും സർക്കാരിനും മുന്നണിക്കുമെതിരായ ആരോപണങ്ങളാണിതെന്ന് മാറ്റി തീർക്കുകയാണ്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും ഒന്നിനും മറുപടി പറയുന്നില്ല. ഇതിനർത്ഥം സർക്കാരും പാർട്ടിയും ഭയപ്പെടുന്നു എന്നാണ്. ഇതിനാലാണ് മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയുന്നതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടിയെയും സർക്കാരിനെയും ഇടതുപക്ഷ മുന്നണിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് ഈ ആരോപണങ്ങളിൽ ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടന്ന് അതിനെക്കുറിച്ച് യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നു എന്നാണ് അതിനർത്ഥം. സർക്കാർ പലതും ഒളിച്ചുവെക്കാൻ ശ്രമിക്കുക, സർക്കാരിന് പലതും ഭയമാണ്. ഇതൊക്കെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ അദ്ദേഹം അർഹനല്ല, യോഗ്യനല്ല എന്നാണ് അതിന്റെ അർത്ഥം. ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ അക്കാര്യങ്ങളിൽ RSS നേതൃത്വം മറുപടി നൽകുമെന്ന മുൻ നിലപാട് ആവർത്തിച്ച മുരളീധരൻ CPMുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയോ
ബന്ധമോ BJPക്ക് ഇല്ലെന്നും വ്യക്തമാക്കി. അപ്പോൾ RSSനെ കണ്ടു കണ്ടില്ല എന്നുള്ള വിഷയത്തിൽ ആ വിഷയത്തിൽ ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ഞാൻ എടുക്കുന്ന നിലപാട്, ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന നിലപാട്, ആ നിലപാട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തടയപ്പെടണം. അതിൽ അന്വേഷണം അതിൻ്റെ ഒരു ലോജിക്കൽ എൻഡിലെത്തണം. അയാൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കാൻ പാടില്ല. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായ ആകാശപാത തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിച്ചു. ചരിത്രം സൃഷ്ടിക്കുന്ന സ്വപ്ന സാക്ഷാത്കാരമെന്ന മന്ത്രി. ഒരുപാട് കാര്യങ്ങളിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന കേരളം അതിനൊന്നും ചേരാത്ത ഒരു കുറവ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് ആകാശപാതയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ഇത് തൃശൂർ നഗരത്തിന്റെ തന്നെ ഒരു മുഖച്ഛായ മാറ്റം. തൃശൂർ നഗരത്തിലേക്ക് ഇതിപ്പോ ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയാണ്. പക്ഷെ കുറച്ചു കാലത്തേക്കെങ്കിലും പല ഭാഗത്തു നിന്നും ആളുകൾ വരും. റോഡ് മുറിച്ചു കിടക്കാനല്ല, ഈ ആകാശപാതയുടെ ഒരു അനുഭവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അത് ആളുകളെ സംബന്ധിച്ചൊരു വലിയ കൗതുകമായിരിക്കും. ഇത് വളരെ മനോഹരമായി തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നു. സൂക്ഷ്മമായ കാര്യങ്ങളിൽ വരെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ഇതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി മുഴുവൻ സോളറിലൂടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കെടുത്താൽ വ്യക്തികളെന്ന നിലയിലും വീടുകളും വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ നാം നാട് വൃത്തികേടാക്കുകയാണ്. വ്യക്തി എന്ന നിലയിൽ വൃത്തിയുള്ളവരും ജനത എന്ന നിലയിൽ വൃത്തിഹീനരുമായ സമൂഹമാണ് നാം. മാലിന്യം വലിച്ചെറിയൽ നാടിനോടുള്ള കുറ്റകൃത്യമായി തന്നെ കാണണം. ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യവുമായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ആകാശപാതയുടെ സാക്ഷാത്കാരത്തിലൂടെ വലിയ ചരിത്രം സൃഷ്ടിച്ച തൃശൂർ കോർപ്പറേഷനെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത കോർപ്പറേഷനാകാൻ കഴിയണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാനായി നിരോധിത പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് തയ്യാറാക്കിയ ബൊക്കെ ഉപയോഗിച്ചതിൽ ശ്രദ്ധക്കുറവ് പറ്റിയെന്ന് കോർപ്പറേഷനെ വിമർശിക്കാനും മന്ത്രി മറന്നില്ല. ആകാശപാതയിൽ ഒരുക്കിയ സെൻട്രലൈസ്ഡ് AC-യുടെ സ്വിച്ച് ഓൺ കർമ്മവും സൗരോർജ്ജ പാനലിന്റെ പ്രവർത്തനോദ്ഘാടനവും റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. CCTV ക്യാമറകളുടെ ഉദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ ജെറീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 5 വർഷത്തോളം എടുത്ത് തൃശൂർ കോർപ്പറേഷന്റെ അഭിമാന പദ്ധതിയായി പൂർണ്ണമായി ശീതീകരിച്ച ആകാശപാതയ്ക്ക് സാക്ഷാത്കാരമായത്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ശൗചാലയം നിർമ്മിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യത്തോടുള്ള ഭരണകൂടത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ആകാശപാത ഉദ്ഘാടന വേദിയിലേക്ക് FITU പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഉദ്ഘാടന വേദിക്ക് സമീപം പോലീസ് പ്രതിഷേധ മാർച്ച് തടഞ്ഞു. FITU ജില്ലാ പ്രസിഡന്റ് PK ഹംസ എളനാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. FITU ശക്തൻ മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് PM ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം KK ഷാജഹാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ആകാശപാത ഉദ്ഘാടനത്തിന് തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തത് CPM-ന്റെ രാഷ്ട്രീയ പാപ്പരത്വം മൂലമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ട് ഉപയോഗപ്പെടുത്തി കോർപ്പറേഷനാണ് ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കിയത്. സുരേഷ് ഗോപിയുടെ സൗകര്യം പോലും ചോദിക്കാതെ മുഖ്യാതിഥിയായി നോട്ടീസിൽ ഉൾപ്പെടുത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും അനീഷ് കുമാർ പറഞ്ഞു. പ്രോട്ടോകോൾ ലംഘിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് BJP ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചത് എന്ന് അനീഷ് കുമാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ EU രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏഷ്യൻ ചാമ്പ്യനായ ആൻസി സോജനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. 42 ക്ലബ്ബുകളിൽ നിന്നായി 900-ഓളം അത്ലറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് 29-ന് സമാപിക്കും. പരിശീലനത്തിന് കൂടിയുള്ള സൗകര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ടാവുകയാണ്. സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനം നടത്താൻ കഴിയുന്ന സൗകര്യങ്ങൾ തൃശ്ശൂരിൽ വളരെ കുറവാണ് എന്നുള്ളപ്പോൾ
ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ പ്രതികൾ വലയിലായതായി സൂചന. ബുധനാഴ്ചയാണ് കല്ലിടുക്കിൽ തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണി, പോട്ട സ്വദേശി റോജി എന്നിവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞ് 3 കാറുകളിലായി എത്തിയ സംഘം കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അരുണിനെയും റോജിയെയും വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷം പിന്നീട് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സ്വകാര്യ ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചത്. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവം ഗൗരവതരവും അപലപനീയവുമാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി. ചെമാപ്പള്ളി സെറാഫി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 1ാം നിലയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ വിദ്യാർത്ഥിനിയെ പൂട്ടിയിട്ട സംഭവം TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കുട്ടിയുടെ മാതാപിതാക്കളുമായി താൻ സംസാരിച്ചതായും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്ക് ആവശ്യമായ ഭിന്നശേഷി സൗഹാർദ്ദപരമായ അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ കുന്നംകുളം റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഇതോടെ നീണ്ടനാളത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. നിലവിൽ പുഴയ്ക്കൽ ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ചൂണ്ടൽ പാറന്നൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു. ഇതേസമയം കേച്ചേരി മുതൽ മുണ്ടൂർ വരെയുള്ള ഭാഗങ്ങളിൽ യാത്രാ ദുരിതം കൂടുതലായി. കൈപ്പറമ്പിനും ഏഴാംകല്ലിനുമിടയിൽ റോഡിൽ വൻ ഗർത്തങ്ങളാണ് ഉള്ളത്. ഇവിടെ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിലെ മൃതദേഹ ഭാഗങ്ങൾ അർജുന്റേത് തന്നെയെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചു. DNA പരിശോധനാ ഫലം പോസിറ്റീവായതോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ശനിയാഴ്ച പുലർച്ചെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അർജുന്റെ കോഴിക്കോടുള്ള വീട്ടിലെത്തും. കർണാടക കാർവാർ MLA സതീഷ് സെയിലും കർണാടക പോലീസും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കർണാടക സർക്കാർ അർജുന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു. ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിനിയിലേക്കുള്ള ആദ്യ യാത്ര KK രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടപ്പാക്കുന്ന 3 ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് തൃശൂർ ചിമ്മിനി വൈൽഡ് ലൈഫ് സർക്യൂട്ട്. തൃശൂരിൽ നിന്ന് ചിമ്മിനി ഡാം, പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, പീച്ചി ഡാം എന്നിവ ഉൾപ്പെടുത്തിയാണ് സർക്യൂട്ടിന് തുടക്കമായത്. സബ് കളക്ടർ അഖിൽ V മേനോൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, DTPC സെക്രട്ടറി C വിജയരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ VG അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ തയ്യൂരിൽ ലോറിക്ക് തീപിടിച്ചു. തയ്യൂർ ഏബൽ കിടക്ക നിർമ്മാണ കമ്പനിയിലേക്ക് ചകിരിനാരുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. ലോറിക്ക് മുകളിൽ ഉയർന്നു നിന്നിരുന്ന ചകിരിനാര് വൈദ്യുതി കമ്പിയിൽ ഉരസിയാണ് തീപിടുത്തമുണ്ടായത്. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ടൂറിസം രംഗത്ത് പുത്തൻ പ്രതീക്ഷയുമായി വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഹിൽ ടൂറിസം സർക്യൂട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ടൂറിസം പൊതുമരാമത്ത് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി രൂപരേഖ തയ്യാറാക്കുന്നതിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനെ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൂമല ഡാം, മിനി ഊട്ടി, പത്താഴക്കുണ്ട് ഡാം, ചെപ്പാറ റോക്ക് ഗാർഡൻ, വട്ടായി വെള്ളച്ചാട്ടം, വാഴാനി ഡാം, തൂമാനം വെള്ളച്ചാട്ടം, ചാത്തൻചിറ ഡാം, പേരപ്പാറ ഡാം, വിലങ്ങൻകുന്ന്, കോൾനിലങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് സർക്യൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ മുന്നോടിയായുള്ള ട്രയൽ റൺ നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രതിനിധികളും ജനപ്രതിനിധികളും വിവിധ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ സന്ദർശിച്ചു. 5.99 കോടി രൂപയുടെ പദ്ധതിയായ വാഴാനി മ്യൂസിക്കൽ ഫൗണ്ടന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വിലങ്ങൻകുന്നിൽ വാച്ച് ടവർ ഉൾപ്പെടെയുള്ള 3.45 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിച്ച് അനുമതിക്കായി സർക്കാരിന്റെ മുന്നിലുണ്ട്. ടൂറിസം സർക്യൂട്ടിന്റെ ഉദ്ഘാടനം വൈകാതെ നടത്താൻ കഴിയുമെന്ന് MLA TCVയോട് പറഞ്ഞു. നമ്മുടെ DTPC എക്സിക്യൂട്ടീവ് ചേർന്ന് നമ്മുടെ ജില്ലയിലെ 3 പ്രധാനപ്പെട്ട ടൂറിസം സർക്യൂട്ടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ട്
ഹിൽ ടൂറിസം സർക്യൂട്ട് എന്നാണ് ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുള്ളത്. പൂമലയിൽ എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3,85,00,000 രൂപയുടെ പ്രൊജക്റ്റ് നിർവഹണ ഘട്ടത്തിലാണ്. വാടാനിയിൽ നേരത്തെ കുട്ടികളുടെ പാർക്ക് നമ്മൾ 40 ലക്ഷം രൂപയ്ക്ക് പിന്നെ നവീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ധാരാളം സഞ്ചാരികൾ വാടാനിയിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് യഥാർത്ഥത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. TC വിനോസ്, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി പത്താംകല്ലിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ആക്രിക്കടയിൽ ഇടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ലോറിയുടെ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി കടയ്ക്ക് സമീപം ഉണ്ടായിരുന്ന വൈദ്യുതി തൂണും തകർത്തു. പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ മനഃശാസ്ത്ര വിഭാഗവും മൈൻഡ് ക്രാഫ്റ്റും സംയുക്തമായി ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ ദ്വിദിന അന്തർദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിലായി കോളേജിലാണ് സെമിനാർ നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ അമേരിക്കയിലെ EQ for Peace എന്ന ഓർഗനൈസേഷന്റെ കോ-ഫൗണ്ടറും ഡയറക്ടറുമായ മാറ്റ് പോൾ സ്റ്റെയിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രബന്ധാവതരണവും ഉണ്ടാകുമെന്ന് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ R. സുശീല മേനോൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UG, PG, റിസർച്ച് സ്കോളേഴ്സ് എന്നിവരുടെ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള 15ഓളം പ്രബന്ധാവതരണങ്ങളും സെമിനാറിൽ നടക്കും. ഡിഷ് ഡിസീസ് ബാധിച്ച അമ്മാടം സ്വദേശിയായ വീട്ടമ്മ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. വട്ടപ്പള്ളി വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ 59 വയസ്സുള്ള പാർവതിയാണ് നട്ടെല്ലിൽ അമിതമായി അസ്ഥിവളർച്ച ഉണ്ടാകുന്ന രോഗത്തിന് ചികിത്സയിൽ കഴിയുന്നത്. നിലവിൽ നിരവധി ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ഇനിയും ശസ്ത്രക്രിയ ആവശ്യമാണ്. ഇതിനായി 7 ലക്ഷത്തിൽ പരം രൂപ ചിലവ് വരും. വാടക വീട്ടിൽ കഴിയുന്ന ഈ നിർധന കുടുംബം തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാകാതെ വിഷമസന്ധിയിലാണ്. നിലവിൽ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ചെയർപേഴ്സണായി ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സുമനസുകൾക്ക് SBIയുടെ കോടന്നൂർ ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായധനം അയക്കാവുന്നതാണ്. കുടുംബ വഴക്കിനെ തുടർന്ന് സഹോദരൻ സഹോദരിയുടെ പേര് റേഷൻ കാർഡിൽ നിന്നും നീക്കിയെന്ന പരാതിയിൽ റേഷൻ കാർഡ് അനുവദിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കിള്ളിമംഗലം അടിച്ചാഴി മഠത്തിൽ വീട്ടിൽ രുക്മിണിക്ക് പുതിയ റേഷൻ കാർഡ് അനുവദിക്കാനാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. ഉത്തരവ് ലഭിച്ച 2 ആഴ്ചയ്ക്കകം പുതിയ റേഷൻ കാർഡ് അനുവദിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3339 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയെ ഞെട്ടിച്ച് ATM കവർച്ച. 3 ATMകളിൽ നിന്നായി കവർന്നത് 65 ലക്ഷം രൂപ. ATM പൊളിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്. ATM കൊള്ളസംഘം മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പ്രതിക്ക് വെടിയേറ്റ് മരിച്ചു. 2 പോലീസുകാർക്ക് കുത്തേറ്റു. തൃശൂർ പൂരം കലക്കൽ വീണ്ടും അന്വേഷിക്കണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയിൽ തീരുമാനം തിങ്കളാഴ്ച ഉണ്ടായേക്കും. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന നിലപാടിൽ CPIക്ക് മാറ്റമില്ലെന്ന് മന്ത്രി K. രാജൻ. ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി പുകമറ സൃഷ്ടിക്കുകയാണെന്ന മുതിർന്ന BJP നേതാവ് V. മുരളീധരൻ. ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും മുരളീധരൻ. തൃശൂർ കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതിയായ ആകാശപാത തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നാടിന് സമർപ്പിച്ചു. ചരിത്രം സൃഷ്ടിക്കുന്ന സ്വപ്ന സാക്ഷാത്കാരമെന്ന് മന്ത്രി. തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി. 42 ക്ലബ്ബുകളിൽ നിന്നായി 900ഓളം അത്ലറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.